It's Thursday morning and I'm Sarah. എന്നത്തെയും പോലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം എപ്പോഴത്തെയും പോലെ ചായേൻ്റെ പരിപാടിയിലേക്ക് കടന്നു. ചായ വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പാത്രം കഴുകൽ, പിന്നെ മോൾക്ക് എണീറ്റ ഉടനെ സ്നാക്സ് എന്തെങ്കിലും വേണം. അപ്പം പഴം വഴറ്റിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴം ഉള്ളതുകൊണ്ട് പഴവും വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രെഡും ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളുള്ള ദിവസം ഇതുപോലെ തന്നെ ആയിരിക്കും. രാവിലത്തെ റൊട്ടീനൊക്കെ ഹറിബറി റൊട്ടീനായിരിക്കും. എല്ലാവർക്കും അറിയുന്നതല്ല, വീട്ടിലും കുട്ടികളുള്ളവർക്കൊക്കെ അറിയാമല്ലോ അല്ലേ. പിന്നെ നമുക്ക് കുട്ടികൾ പോകേണ്ട ദിവസം നമുക്കതിലും തിരക്കായിരിക്കും. പിന്നെ അവരെ കാര്യങ്ങൾ ചെയ്യണം, അവരെ റെഡിയാക്കണം, അതിനിടയിൽ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ജോലിക്ക് പോകുന്നവരുടെ കാര്യം അതിലും പ്രശ്നമാണ്. കാരണം ജോലിക്ക് പോകുമ്പം അവർക്കുള്ള ഫുഡ്, വീട്ടിലുള്ളവരുടെയും ഫുഡും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാനത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്, പഴം ഉണ്ടാക്കുന്നുണ്ട്. ഞാനപ്പോൾ തന്നെ ചായ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ ഞാൻ ഇഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇഡലിക്കുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഞാനില്ലേ ഇത് പിന്നെ പാൻ കേക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു പാത്രമാണ്. പക്ഷേ ഞാനിതിൽ പാൻ കേക്ക് ഉണ്ടാക്കലുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കൽ ഇതുപോലെ ബുൾസൈ ആണ് കേട്ടോ. നമ്മൾ മറ്റേ തവയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിങ്ങനെ സ്പ്രെഡായി പോകില്ലേ എഗ്ഗ്. പക്ഷേ ഇതിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പം കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് അവരത് കഴിച്ചോളും. അപ്പം എൻ്റെ സ്റ്റൗവിൻ്റെ സൈഡിലായിട്ട് 2 ഫ്ലവർ പോട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഞാനിത് എപ്പോഴോ വാങ്ങിയതാണ്. ഇതിങ്ങനെ ടേബിളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി വീഡിയോസൊക്കെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചില വീഡിയോയിലൊക്കെ കാണാറുണ്ടല്ലോ ചിലർ ഭയങ്കര പിന്നെ ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയിൽ ആക്കിയിട്ട്. അപ്പം ഞാൻ വെച്ച് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ ഞാൻ വെച്ച് നോക്കിയതാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസിന് ഭയങ്കര വ്യൂസ് കുറവാണ് താരതമ്യേന. ആരുമില്ല കാണാൻ സത്യം. പിന്നെ എനിക്കൊരു എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ചെയ്യുന്നതാണ്. ഞാൻ ദോശമാവ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിക്കാറാണ്, അരച്ച് വെക്കാറൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ, രണ്ടാളും മോൾ 3 അപ്പം ഒരു പാക്ക് വാങ്ങിച്ചാൽ തന്നെ എനിക്ക് 3 ദിവസത്തേക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങി വെക്കാറാണ് പതിവ്. ഇത് മോളെ സ്നാക്സിൻ്റെ ബോക്സാണ് ഞാനിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ട് വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അധികം ഇങ്ങനെയുള്ളതാണ് സ്നാക്സ് ആയിട്ട് കൊടുത്തേക്കുക. എന്തെങ്കിലും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ പഴം വാട്ടിയതോ പിന്നെ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് കൊടുത്തേക്കൽ. പിന്നെ ഈ മുറുക്ക് ഞാൻ എക്സ്ട്രാ വെക്കുന്നതാണ്. കാരണം വൈകുന്നേരം വരെ ഉണ്ടാകുന്ന സമയത്ത് വൈകുന്നേരം അവർ വണ്ടിയിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ 3 മണിക്ക് സ്കൂൾ വിട്ടാലും 4:15 ആവും വീട്ടിലെത്തുമ്പോൾ. അപ്പം സ്കൂൾ ബസ്സിലാണല്ലോ വരിക. അപ്പം അന്നേരം സ്കൂൾ ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ സ്നാക്ക് വെക്കുന്നത്. അപ്പം തന്നെ എൻ്റെ സാമ്പാർ, ഇഡലി എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒരേ സമയം തന്നെ എല്ലാം ചെയ്യും. ഒരടുപ്പിൽ സാമ്പാർ, ഒരടുപ്പിൽ ഇഡലി എല്ലാം ഞാൻ ഒരേ സമയം വെക്കും. കാരണം എന്നാലേ എനിക്ക് സ്പീഡായിട്ട് പോകാം. എനിക്ക് 8:30 പോകണം, മോൾക്ക് സ്കൂൾ ബസ് 8:30 വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യണം. പിന്നെ ഉച്ചക്കത്തെ ചോറ് അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം സാമ്പാർ ഉള്ളതുകൊണ്ട് ഇനി എന്തെങ്കിലും ഞാൻ ഫിഷ് ഫ്രൈ ആണ് ആക്കിയത്. അപ്പോൾ ആ ഫിഷ് ഫ്രൈയും കൂടി ആക്കി വെച്ചാൽ ഉച്ചക്കത്തേക്കുള്ളതായി. ഇത് ലഞ്ച് ബോക്സാണ് കേട്ടോ. ഞാൻ ഇഡലിയാണ് ഉച്ചക്ക് കൊടുത്തേക്കുന്നത്. മോള് ചോറ് തീരെ കഴിക്കില്ല. അപ്പോൾ പിന്നെ ഇഡലി ഇതുപോലെ സാമ്പാറൊക്കെ കൊടുത്തിട്ടാൽ കഴിച്ചോളും. ഓക്കെ, പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെരുപ്പ് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ ഈ ഹീൽസാണ് യൂസ് ചെയ്യാറ്. അതെനിക്ക് അങ്ങനെ അതിപ്പം നിർബന്ധം പോലെയായി. എന്നെപ്പോലെ ഡെയിലി യൂസിന് ഹീൽസ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ട്. ഞാൻ എയറോ സോഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിപ്പോൾ എയറോ സോഫ്റ്റ് ഇപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഇപ്പം എയറോ ലൈറ്റ്, എയറോ വോക്ക് എന്നെല്ലാം പറയുന്ന ബ്രാൻഡ്സിൻ്റെ സെയിം പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഞാനത് വാങ്ങിക്കലാണ്. അത് ഉപയോഗിക്കും. ഓൺലൈനിലും കിട്ടും. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു പീസൊക്കെ വാങ്ങി വെക്കും. കാരണം ഇത് കിട്ടാണ്ടായാൽ പിന്നെ പ്രശ്നമാണ്. അത് ഉപയോഗിച്ച് ശീലമുള്ളതുകൊണ്ട് എനിക്ക് പുറത്തൊക്കെ പോകുമ്പം ഭയങ്കര കംഫേർട്ടാണത്. 5 മണിയായിട്ട് ഞാനത് ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. ഇത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ കോമ്പൗണ്ടാണിത്. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടക്കുവാണ്. പിന്നെ ടൗണിൽ തന്നെയാണ് കേട്ടോ ക്വാർട്ടേഴ്സ്. ജസ്റ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എൻ്റെ ഓഫീസും. അപ്പം കുറച്ചുകൂടി ഈസിയാണ് പോക്കും വരവൊക്കെ. ഹീൽസ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് അതിനെന്തെങ്കിലും കാര്യങ്ങൾ ഏത് ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യൽ, നല്ല ഹീൽസ് നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഫാൻസി ടൈപ്പ് ഹീൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഡെയിലി യൂസിന് പറ്റുന്ന ഹീൽസ് അങ്ങനത്തതാണ് യൂസ് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ. എനിക്കിങ്ങനെ സംസാരിക്കാൻ മറ്റുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ പോലെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാനിങ്ങനെ ചുമ്മാ സംസാരിച്ച് പോകുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത്
പിന്നെ മോൾക്ക് നിർബന്ധം പുറത്ത് പോകണം, അമ്മയെ നടക്കാൻ പോകണം. അപ്പോൾ ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൂടെ ചുമ്മാ അവളെയും കൊണ്ടൊന്ന് നടക്കാൻ വേണ്ടി പോയതാണ്. നടക്കാനൊക്കെ പോയി തിരിച്ച് വന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുവാണ് കേട്ടോ, ചപ്പാത്തിയും. ഞാനിത് ഷെഫ് പിള്ളേൻ്റെ സ്പെഷ്യൽ ഫിഷ് നിർവാണ ഇല്ലേ, അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഭയങ്കര അഭിപ്രായമൊക്കെയാണല്ലോ. അപ്പോൾ നമുക്കവിടെ പോയി കഴിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല, അതുകൊണ്ട് സൗകര്യവുമില്ല. അപ്പം പിന്നെ നമുക്കങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇത് ആവോലിയാണ് ഫിഷ് കേട്ടോ. അത് ഫ്രൈ ചെയ്ത് പിന്നെ ഞാൻ അതിനകത്ത് അത് വാഴയില പൊള്ളിച്ച് അതിൽ വെച്ചു. അതിനുശേഷം അതിനകത്തോട്ട് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ, നല്ല കട്ടി തേങ്ങാപ്പാൽ, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 1 പച്ചമുളക്, കുറച്ച് പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്തു. അതാണ് കേട്ടോ. ടേസ്റ്റ് സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാനും മോളെയും കൂട്ടിയിട്ട് ബീച്ചിൽ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അച്ഛനും കൂടി പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ ഇതാണ് എൻ്റെ പുറത്ത് പോകുമ്പോൾ ഉള്ള ഔട്ട്ഫിറ്റാണിത്. ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കുർത്ത സെറ്റാണ് കേട്ടോ. ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. എന്നെ ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർ ലൈക്ക് കമൻറ്റ് ചെയ്യണം.